ശക്തമായ മഴയെ തുടർന്ന് തകർന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലെ കാഞ്ഞങ്ങാട്ടെ സ്ഥലങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചറും സംഘവും സന്ദർശിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ തകർന്ന ദേശീയപാത 66 കാഞ്ഞങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിലെ തകർന്ന സ്ഥലങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചറും സംഘവും സന്ദർശിച്ചു. ചെമ്മട്ടംവയൽ, കൂളിയങ്കാൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും യാത്രക്കാരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കൂളിയങ്കാലിൽ സർവീസ് റോഡ് ഒലിച്ചുപോയി സമീപവാസിയുടെ മതിൽ തകരുകയും ചെയ്തിരുന്നു. സംഭവ സമയത്ത് പ്രദേശത്ത് ആളില്ലാത്തതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. എന്നാൽ ഏത് നിമിഷവും മറ്റൊരു അപകടം സംഭവിക്കാമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെയും പരാതിയുടെയും ഭാഗമായി കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചെയർപേഴ്സൺ സ്ഥലം സന്ദർശിച്ചത്. നിർമ്മാണത്തിലെ പിഴവിനെ തുടർന്ന് പലയിടങ്ങളിലും സർവീസ് റോഡുകളാണ് തകർന്നത്. ഇതുകൊണ്ടുണ്ടായ മണ്ണൊലിപ്പിനെ തുടർന്ന് വീടുകളിൽ താമസിക്കുന്നവരും വാഹനയാത്രികരും കൊടിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ട് ജനങ്ങളുടെ ആശങ്കയകറ്റുന്നതിന് ബന്ധപ്പെട്ട കരാറുകാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മഴയിൽ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൂളിയങ്കാല്. സർവീസ് റോഡ് പൊളിയുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചേർന്നിട്ടുള്ള ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗത്തിനകത്ത് മേഘാ കൺസ്ട്രക്ഷൻസിന് ഇതിൻ്റെ കരാറുകാരായിട്ടുള്ള മേഘാ കൺസ്ട്രക്ഷൻസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുകയും അതിൻ്റെ മേൽനോട്ടത്തിനായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വില്ലേജ് ഓഫീസർമാരും ഉൾപ്പെടെ തഹസിൽദാർമാരും ഉള്ള ടീം രാവിലെ മുതൽ തന്നെ ഈ ഭാഗങ്ങൾ അപകടം ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, നിർമ്മാണ കരാറുകാർ എന്നിവരുമായി അതാത് സ്ഥലങ്ങളിലെത്തി ചർച്ചകൾ നടത്തി പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.വി. സരസ്വതി, കൌൺസിലർമാരായ കെ. രവീന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി, ഡെപ്യൂട്ടി കളക്ടർ റമീസ് രാജ, തഹസിൽദാർ പി. ശശികുമാർ, വില്ലേജ് ഓഫീസർമാരായ എം. രാജൻ, കെ. ഹരികൃഷ്ണൻ എന്നിവരും ചെയർപേഴ്സണോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.